വളരെ പെട്ടെന്നൊരു സ്നാക്ക് ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഇതുമാതിരി ഒന്നും ഉണ്ടായിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. വീട്ടിലെ ചേരുവകൾ മാത്രം മതി കേട്ടോ അതുണ്ടാക്കാൻ. ഓക്കെ, ഒരു പാൻ വെച്ചിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഇനി അതൊന്ന് തിളക്കട്ടെ കേട്ടോ. ഇത് നല്ലമാതിരി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർക്കാം. ഇത് വറുക്കാത്ത അരിപ്പൊടിയാണ് കേട്ടോ. അതങ്ങോട്ട് ചേർത്ത് എളുപ്പത്തിലങ്ങ് ഇളക്കുക കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോഴേ ഫ്ലെയിം ഒന്ന് സിമ്മിൽ വെക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യേണ്ടത്. അങ്ങനെ നല്ലോണം ഇളക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പരുവത്തിലാക്കി എടുക്കുക. നല്ല കട്ടിക്ക് എടുക്കുക കേട്ടോ. ഒന്ന് അടച്ചു വെച്ചേക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1-2 മിനിറ്റ് അടച്ചു വെച്ചേക്കാം. അടച്ചതിന് ശേഷം നമുക്കൊരു മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് അതൊന്ന് ഇതുമാതിരി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് തണുക്കാൻ വെച്ചേക്കണേ. കാണുന്നതിനൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്തേക്കണം, ഷെയറും ചെയ്യണം കേട്ടോ. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ചേർക്കേണ്ടത്, റെഡ് ചില്ലി ഫ്ലേക്സ്. പിന്നെ 1/4 ടീസ്പൂൺ അരിമോദകം, 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ 1/2 ടീസ്പൂൺ കറുത്ത എള്ള് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു നല്ല എരിവുള്ള മുളക് പൊടി 1/4 ടീസ്പൂൺ. ഇത് കസൂർ മേത്തിയാണ്, ഉണക്കിയ ഉലുവയുടെ ഇലയാണ്. അത് നല്ലോണം ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഞെരടി പൊടിച്ചങ്ങ് ചേർക്കുക. ഇനി അല്പം മല്ലിയില കൊത്തിയരിഞ്ഞ് ചേർക്കുക. ഇല്ലെങ്കിൽ കറിവേപ്പില ആയാലും മതി, ഇഷ്ടമുള്ളവർ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ 2 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ഒന്നുകൂടെ മേലിൽ കൂടി ഒഴിച്ചേക്കുക. നമുക്കത് നല്ല മാതിരി ഒന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തേക്കണം. നല്ല മാതിരി മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി ചേർക്കുക. ഇതുമാതിരി ചേർത്തിട്ട് മേലിൽ കൂടെ 1 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ട് നല്ല മാതിരി ഒന്ന് അങ്ങനെ പുരട്ടി അങ്ങനെ വെക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് വെച്ചേക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓരോ ചെറിയ ഉരുള എടുത്തിട്ട് കയ്യിൽ വെച്ച് ഒന്ന് ഫ്ലാറ്റ് ആക്കിയിട്ട് ഇതുമാതിരി എടുക്കുക. പപ്പടത്തിൻ്റെ ഷേപ്പിൽ കട്ടി കുറച്ചിട്ട് ഇങ്ങനെ പരത്തി എടുക്കണം. കൈകൊണ്ട് മതി. കയ്യിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കാൻ തോന്നുവാണെങ്കിൽ അല്പം ഒന്ന് എണ്ണയോ മറ്റോ കയ്യിൽ തടവി എടുത്തേക്കണേ. മുഴുവൻ മാവും ഞാനിതുമാതിരി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടിയിൽ കുക്കിംഗ് ഓയിൽ ഒഴിക്കാം ആവശ്യത്തിന്. പിന്നെ ഓരോന്നായിട്ട് എടുത്തിട്ടിട്ട് നല്ലമാതിരി ഡീപ്പ് റോസ്റ്റ് ചെയ്ത് ഇറക്കണേ. തിരിച്ച് മറിച്ച് വിട്ടിട്ട് 2 സൈഡും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, മൂപ്പിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ സംഭവം. സ്നാക്ക് റെഡി കേട്ടോ. നല്ല ചായക്കൊപ്പം സ്നാക്ക് കഴിക്കാൻ നല്ല ഭയങ്കര രുചിയാട്ടോ. ഇവിടെ ഗസ്റ്റ് വന്നപ്പോൾ ഞാൻ 1-2 പേർക്കൊക്കെ ഞാൻ കൊടുത്തു. അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് എങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. എന്നിട്ട് കമൻസൊക്കെ എഴുതി വയ്ക്കാം. ഓക്കെ, ബൈ.